പൊന്നാനിയിലെ ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാത്തത് കാരണം മണ്ഡലത്തിലെ ജനങ്ങൾ പ്രയാസപ്പെടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മോദി സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ മാത്രമാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും മറ്റൊരു വിഷയവുമായിട്ടാണ് ഇവിടുത്തെ പ്രദേശനിവാസികൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ PHCകൾക്ക്, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്ക് വികസനത്തിനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഇപ്പോഴും കോടികളുടെ തുക ഇവിടെ ഈ ഒരു മേഖലയുടെ വികസനത്തിനായിട്ട് എത്തിച്ചിട്ടും അതിലെല്ലാം ക്രെഡിറ്റ് പറ്റുവാനല്ലാതെ ആ വികസനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എത്തിക്കുന്നതിൽ യാതൊരുവിധ പരിശ്രമവും ഇവിടുത്തെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് ആണ് ഈ ഒരു സമയത്ത് അവർ എന്നോട് പറഞ്ഞത്. PHC സെൻ്ററുകൾക്ക് കൊടുത്തിട്ടുള്ള, ഇവിടെ പ്രത്യേകിച്ച് കുമരനെല്ലൂർ PHCക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള തുക വകമാറ്റി ചെലവഴിച്ചു എന്ന് വരെ സംശയിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളും. ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള, അത്യാവശ്യമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരെയും ആക്സിഡൻറ്റ് കെയർ യൂണിറ്റ് വരെയുള്ളതാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതുപോലെ തന്നെ എൻ്റെ ഭാഗത്തും വരും കാലങ്ങളിൽ ഉണ്ടാകും. ഈ മേഖലയിൽ അനുവദിക്കുന്ന കേന്ദ്ര ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നതായി സംശയമുള്ളതായും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. കുമരനെല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി. ആക്സിഡന്റ് കെയർ യൂണിറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ കുമരനെല്ലൂരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. കപ്പൂർ കുമരനെല്ലൂരിൽ ഉച്ചയോടെയാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയും സംഘവും വോട്ടഭ്യർത്ഥിക്കാനായി എത്തിയത്. വീടുകൾ കയറി സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും കണ്ട് വോട്ടുകൾ തേടി. ന്യൂസ് ബ്യൂറോ, പൊന്നാനി. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.